കടത്തനാടൻ കളരി മറ്റൊരു അംഗത്തിന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. കഴിഞ്ഞ 2 തവണയായി നഷ്ടപ്പെട്ട വടകര മണ്ഡലം തിരിച്ചുപിടിക്കാൻ കരുത്തനായ പി ജയരാജനെയാണ് LDF രംഗത്തിറക്കിയിരിക്കുന്നത്. കെ മുരളീധരനിലൂടെ മണ്ഡലം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ശക്തി തെളിയിക്കുന്നതിന് വേണ്ടി BJPയുടെ യുവനേതാവ് VK സജീവനെയും രംഗത്തിറക്കിയിരിക്കുന്നു. പോരാട്ട വീര്യത്തിന്റെ പ്രതീകമാണ് പി ജയരാജൻ. അദ്ദേഹത്തെയാണ് വടകര മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി LDF ഇത്തവണ നിയോഗിച്ചിരിക്കുന്നത്. കത്തുന്ന വേനൽ ചൂടിലും നിരവധി പേരാണ് ഓരോ കേന്ദ്രങ്ങളിലും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ വരവേൽക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ശ്രീ പി ജയരാജൻ, സാധാരണക്കാർക്ക് പോലും വലിയ പ്രയാസം അനുഭവിക്കുന്ന വലിയ വേനൽ ചൂടാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഈ ശാരീരിക അവസ്ഥകൾക്കിടയിലും എങ്ങനെയാണ് താങ്കൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട്? ആരോഗ്യസ്ഥിതി കടുത്ത ചൂടിൻ്റെ അവസ്ഥയിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും എത്തുമ്പോൾ അവിടുത്തെ നാനാ വിഭാഗം ജനങ്ങൾ സ്വീകരിക്കാനെത്തുന്നു, ആവേശകരമായിട്ടുള്ള വരവേൽപ്പ് നടത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശാരീരികമായിട്ടുള്ള അവശതകൾ മറന്ന് ഈ സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ നിർബന്ധമായും ഉച്ചക്ക് ഒരു ചെറിയ സമയം വിശ്രമം എടുത്തുകൊണ്ടാണ് ഈ പ്രചരണ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാത്രി 10 മണി വരെ നീണ്ടു നിൽക്കുന്നതാണ് പരിപാടികൾ. 10 മണിക്ക് ശേഷവും ചിലയിടത്ത് വോട്ടർമാർ കാത്തു നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങേയറ്റം ആവേശകരമായിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാരീരികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അവയൊക്കെ അതിജീവിക്കാനൊരു കരുത്ത് നൽകുന്നതാണ് ഈ ജനങ്ങളുടെ പങ്കാളിത്തവും ജനങ്ങളുടെ പിന്തുണയും. ഏതാണ്ട് 3-4 ഘട്ടം പിന്നിട്ടിരിക്കുന്നു മണ്ഡലത്തിലെ പൊതുപര്യടനം. എങ്ങനെയാണ് ഈ പര്യടന രംഗത്തെ ആവേശകരം അല്ലെങ്കിൽ എപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്ന അനുഭവങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഏറ്റവും പ്രധാനമായി എടുത്തു പറയാവുന്ന ഒരു സവിശേഷത സ്ത്രീ പങ്കാളിത്തമാണ്. ഏതാണ്ട് പുരുഷന്മാർക്കൊപ്പമോ പുരുഷന്മാരെക്കാളും കൂടുതലുമായിട്ടുള്ള സ്ത്രീ പങ്കാളിത്തം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അത് ഒരു വനിതാ മുന്നേറ്റം നമ്മുടെ സമൂഹത്തിൽ നടന്നതിൻ്റെ ഒരു ബാക്കി പത്രം കൂടിയാണ്. ഒട്ടേറെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. പക്ഷേ ഇത്രയേറെ സ്ത്രീ പങ്കാളിത്തം ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് വനിതാ മതിൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ ഈ സ്ത്രീ മുന്നേറ്റം സാധ്യമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് സ്ത്രീ പങ്കാളിത്തം. മറ്റൊരു പ്രത്യേകത ഇവിടെ കാണാൻ കഴിയുന്നത് യുവതീ-യുവാക്കളുടെ പങ്കാളിത്തമാണ്. അവർ ഈ നവമാധ്യമ രംഗത്തും നല്ല നിലക്ക് ഇടപെടുന്നുണ്ട്. LDF സ്ഥാനാർത്ഥിയെ പിന്തുണക്കാനും അതുപോലെ തന്നെ ഇടതുപക്ഷ വിരുദ്ധന്മാരുടെ നാനാവിധത്തിലുള്ള പ്രചരണങ്ങൾക്ക് മറുപടി പറയാനും അവർ സ്വയം സന്നദ്ധമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ നടത്തുന്ന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ യുവതീ-യുവാക്കൾ സ്വമേധയാ നടത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങളും ഈ മണ്ഡലത്തിലെ എല്ലാ മേഖലയിലും കാണാം. അത് ഒരു സവിശേഷതയായിട്ടാണ് കാണുന്നത്. അപ്പോൾ യുവത പൊതുവിൽ LDFൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നല്ല ആവേശപൂർവ്വം പങ്കെടുക്കുന്നു എന്നതാണ് ഒരു പ്രത്യേകമായിട്ട് എടുത്തു പറയാവുന്നത്. മറ്റൊന്ന്, വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്ന് കോൺഗ്രസ്, BJP, മുസ്ലിം ലീഗ് തുടങ്ങിയ പാർട്ടികളിൽ നിന്ന് ആളുകൾ രാജിവെച്ച് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു. അത് ഒരു പൊതുപ്രവണതയായിട്ട് എല്ലാ കേന്ദ്രങ്ങളിലും കാണുന്ന ഒരു സവിശേഷതയാണ്. കടുത്ത വേനലിൽ ഇടവപ്പാതയ തിമിർത്തു പെയ്ത നഭസാണ്.
തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനും പ്രചാരണത്തിനുമൊപ്പം സാമൂഹ്യ സേവനം ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ ജനനന്മ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ കൂടി ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? അതിലിപ്പോൾ വടകര മണ്ഡലം LDF-ന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഞാൻ ഒരു കാര്യം LDF പ്രവർത്തകന്മാരോട് അഭ്യർത്ഥിച്ചിരുന്നു. അതികഠിനമായ ചൂടിൻ്റെ അവസ്ഥയിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരുന്നത്. സ്വാഭാവികമായിട്ടും പ്രവർത്തകർക്ക് വിഷമമുണ്ടാകും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ പ്രയാസം ജനങ്ങൾ അനുഭവിക്കുന്ന ചില മേഖലകളുണ്ടാകും. അതായത് കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലകൾ. അപ്പോൾ ആ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ കൂടി നടത്തണം. സർക്കാർ നടത്തുന്നുണ്ട്. അതോടൊപ്പം പഞ്ചായത്തുകളും തദ്ദേശഭരണ സ്ഥാപനങ്ങളും കുടിവെള്ള വിതരണം ഏറ്റെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ജനങ്ങളും അതിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് അങ്ങനെ കുടിവെള്ള വിതരണത്തിൻ്റെ സേവന മേഖലയിലടക്കം LDF-ന്റെ പ്രവർത്തകന്മാർ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. അതിലും ഒരു യുവാക്കളും യുവതികളുമാണ് സജീവമായിട്ട് മുന്നോട്ട് വന്നത്. അവർ യൂത്ത് ബ്രിഗേഡ് രൂപീകരിച്ചുകൊണ്ട് അവർ ഈ കുടിവെള്ള വിതരണം മാത്രമല്ല, നോമിനേഷൻ ദിവസം എൻ്റെ നാട്ടിലെ 100 യുവതി യുവാക്കൾ യൂത്ത് ബ്രിഗേഡിൻ്റെ ഭാഗമായി അവർ രക്തം ദാനം ചെയ്തു ഗവൺമെൻറ് ആശുപത്രികളിലേക്ക്. അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. സർക്കാർ ആശുപത്രികളിൽ മറ്റും ശുചീകരണ പ്രവർത്തനം. ഇതുപോലെ തന്നെ കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന പ്രവർത്തനം. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖമുദ്രയായിട്ടുള്ള ജനസേവനത്തിൻ്റെ ഒരു മേഖല ആക്കി മാറ്റുന്നതിന് വേണ്ടി വളരെ ആവേശപൂർവ്വമുള്ള പ്രവർത്തനമാണ് മണ്ഡലത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്കളെ സ്ഥാനാർത്ഥിയായി LDF പ്രഖ്യാപിച്ച ഘട്ടം മുതൽ തന്നെ വലിയ ഒരു വളഞ്ഞിട്ട് ആക്രമണം നടക്കുകയാണ്. മുഴുവൻ അതായത് രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ കോൺഗ്രസ്, ലീഗ്, BJP, കോലീബി സഖ്യം, ഒരു RMB എന്ന് പറയുന്ന ഒരു പ്രാദേശിക സംഘടന ഉൾപ്പെടെയുള്ളവർ ഒന്നിച്ച് താങ്കളെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയ അവിശുദ്ധ സഖ്യമെന്ന് LDF വിശേഷിപ്പിക്കുന്ന ആ ഒരു സഖ്യത്തെ മറികടക്കാൻ സാധിക്കുന്നത്? അല്ല, അവിശുദ്ധ സഖ്യം എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി കോൺക്രീറ്റായി പറഞ്ഞാൽ അത് കോൺഗ്രസ് ഐയുടെ ഗൂഢപദ്ധതിയാണ്. അതിനവർ ഈ RMB എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രൂപ്പിനെ പ്രയോജനപ്പെടുത്തുകയാണ്. RMB എന്ന് പറയുന്ന ആ ചെറിയ ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ കൂട്ടിലിട്ട തത്തയാണ്. അപ്പോൾ അതനുസരിച്ച് അവർ പത്രസമ്മേളനം നടത്തി ഇവിടുത്തെ സ്ഥാനാർത്ഥി കൊലയാളിയാണ് എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിനെതിരായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത പരാതിയെ തുടർന്ന് ഇപ്പോൾ ആ പത്രസമ്മേളനം നടത്തിയ നേതാക്കന്മാർക്കെതിരായിട്ട് കേസെടുത്തിരിക്കുകയാണ്. അപ്പോൾ തികച്ചും വ്യക്തിഹത്യ നടത്തുന്ന പ്രചരണ രീതിയാണ് കോൺഗ്രസ് ആവിഷ്കരിക്കുന്നത്. അതിന് RMB അവർ പ്രയോജനപ്പെടുത്തുകയാണ്. ഇതുപോലെ തന്നെ വേറൊരു കാര്യം, ഈ RMBയുടെ നേതൃത്വത്തിൽ മാർക്സിസ്റ്റ് അക്രമത്തിനെതിരായിട്ടൊരു കുടുംബസംഗമം നടത്തും എന്നവർ പ്രഖ്യാപിക്കുകയുണ്ടായി. ആ കുടുംബസംഗമം RSSനെ കൂടി പങ്കെടുപ്പിക്കാനുള്ള ഒരു പൊതുവേദി രൂപീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസും RSSും മുസ്ലിം ലീഗും ചേർന്ന് നടത്തുന്ന ഒരു ഇടതുപക്ഷ വിരുദ്ധ കൂട്ടായ്മയായിട്ട് അത് മാറുകയാണ്. അത് ഫലത്തിൽ BJPയിലേക്കുള്ള പാലം സൃഷ്ടിക്കലാണ്. അപ്പോൾ BJPയുടെ വോട്ട് വാങ്ങിക്കുക എന്നുള്ള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ നടപ്പാക്കപ്പെടുന്നത്. ജ്വലിച്ചു നിന്നൊരു നക്ഷത്രം വിധി തിരുത്തിയെത്തി സ്വച്ചിത്രം കരുത്തു കൊണ്ടതി ജീവനമന്ത്രം ചരിത്രമാക്കിയ കർമ്മപഥം. ജ്വലിച്ചു നിന്നൊരു നക്ഷത്രം വിധി തിരുത്തിയെഴുതി സ്വച്ചിത്രം കരുത്തു കൊണ്ടതി ജീവനമന്ത്രം ചരിത്രമാക്കിയ കർമ്മപഥം. വാളിൻ വായ്ത്തല തട്ടിയ കട്ടിയ കറുത്ത സന്ധ്യകളിൽ കൊള്ളുന്ന വേനൽച്ചൂടിനെ പോലും അവഗണിച്ച് നിരവധി പേരാണ് തങ്ങളുടെ പ്രിയ സ്ഥാനാർത്ഥിയെ വരവേൽക്കുന്നതിന് വേണ്ടി ഓരോ കേന്ദ്രങ്ങളിലും കാത്തിരിക്കുന്നത്. ഈ കൊലയാളി എന്നുള്ള വലിയ രീതിയിലുള്ള പ്രചാരണം വരുന്നു. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയം അറിയുന്നവർക്കും താങ്കളുടെ ചരിത്രം അറിയുന്നവർക്കും അറിയാം, ഒരു തിരുവോണ ദിവസം
RSSകാർ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അവിടുന്ന് അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു ചരിത്രമാണ് പി ജയരാജനുള്ളത്. ഇങ്ങനെ ഒരു ആരോപണം നേരിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ മനസ്സിൽ എന്താണ് തോന്നുന്നത് ആ ഘട്ടത്തിൽ? അതായത് മുമ്പ് ഇതേപോലെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് തിരുവോണ ദിവസം എന്നെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത്. അന്ന് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച RSSകാർ അച്ചടിച്ച ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു. ആ നോട്ടീസിലെ പ്രതിവാദ്യം ഇത് തന്നെയാണ്. അത് അന്ന് ഞാൻ ആസ്പത്രി കിടക്കുന്ന അവസരത്തിൽ ഏറ്റവും ബഹുമാനിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാവായിരുന്ന സഖാവ് C. കണ്ണേട്ടൻ ആസ്പത്രിയിൽ വന്നുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്കെതിരായിട്ട് നോട്ടീസ് അച്ചടിച്ച കാര്യം പറയുകയുണ്ടായി. ആ നോട്ടീസിൽ പറഞ്ഞ അതേ വാചകം, എല്ലാ ആക്രമണങ്ങളുടെയും ആസൂത്രകനാണ് ഈ ജയരാജൻ എന്ന് RSSകാർ പ്രചരിപ്പിച്ച അതേ കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഏറ്റെടുത്ത് നടക്കുന്നത്. അത് ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയും. RSSനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള കോൺഗ്രസിൻ്റെ ശ്രമമാണ് ഇപ്പോൾ ഇവിടെ വെളിവാകുന്നത്. പേരാമ്പ്രയിലെ ഒരു ഗ്രാമത്തിൽ പി ജയരാജനെ വരവേൽക്കുന്ന ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരാണ് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ വരവേൽക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അതിൽ യുവാക്കളുടെ സാന്നിധ്യം കാണാം. യുവതികളുണ്ട്, പ്രായമായവരുണ്ട്, കൊച്ചു കുട്ടികൾ വരെ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ വരവേൽക്കാൻ വേണ്ടി എത്തുന്ന ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ് വോട്ടർമാരോട് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ ഇതിനകം നടത്തിയ പ്രചരണങ്ങളിൽ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ LDF മാത്രമാണ് ഉന്നയിക്കുന്നത്. UDF സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അപവാദ പ്രചരണങ്ങൾ നടത്തുക, വ്യക്തിഹത്യ നടത്തുക എന്നതല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും പറയരുത് എന്നാണ് അവർ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ദേശീയ പ്രശ്നങ്ങളൊന്നും പറയരുത്. ഒരു ദേശീയ പാർട്ടിയാണ് ഇവിടെ LDFനെതിരായിട്ട് മത്സരിക്കുന്നത്. ആ ദേശീയ പാർട്ടി തന്നെ ദേശീയ വിഷയങ്ങളൊന്നും ഉന്നയിക്കരുത്, എല്ലാം ഈ വിഷയം മാത്രം പറയണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശ്യം അക്രമ രാഷ്ട്രീയം പറഞ്ഞിട്ട് BJPയുടെ വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി കരസ്ഥമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇത്തവണ വടകര തിരിച്ചു പിടിക്കും. തീർച്ചയായും LDFൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് ഞാൻ ഒരു കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, വടകര ഇത്തവണ തിരിച്ചുപിടി. അത് ഇത്രയും ദിവസങ്ങളിലെ പ്രവർത്തനാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി ഉറപ്പിച്ചു പറയാൻ പറ്റും. വടകര ഇപ്പോൾ ഈ തവണ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും, നല്ല ഭൂരിപക്ഷത്തോടെ. മികച്ച ഭൂരിപക്ഷത്തോടെ വടകര മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി പി ജയരാജൻ. വടകര കോട്ട നിലനിർത്താനായി UDF രംഗത്തിറക്കിയിരിക്കുന്നത് കോൺഗ്രസിലെ പ്രമുഖ നേതാവും വട്ടിയൂർക്കാവ് MLAയുമായ ശ്രീ K. മുരളീധരനെയാണ്. അദ്ദേഹം കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ പൊതുപര്യടനവും വളരെ സജീവമായി നടത്തുകയാണ്. വടകര റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കാനാണ് ഇപ്പോൾ K. മുരളീധരൻ എത്തിയിരിക്കുന്നത്. കുറെ ജയവും പരാജയവും ഒക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഏറ്റുവാങ്ങിയ ആളാണ് K. മുരളീധരൻ. അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിലെ കോഴിക്കോടിന്റെ തട്ടകത്തിലേക്ക് തന്നെ മടങ്ങിയെത്തിയിരിക്കുന്നു. എന്താണ് വടകരയിലെ അനുഭവം? കഴിഞ്ഞ 21-ാം തീയതി മുതൽക്കാണ് ഞാൻ ഫീൽഡിൽ വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ, അതായത് 21-ാം തീയതി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഓരോ ദിവസങ്ങളിലും നല്ല റെസ്പോൺസാണ്. UDFനെ സംബന്ധിച്ച് ഈ നിയോജകമണ്ഡലത്തിൽ വളരെയധികം ഉറച്ച വിജയപ്രതീക്ഷയാണുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുടെ സഹകരണം എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ പ്രായം ചെന്ന ആളുകളും പുതിയ തലമുറയും എല്ലാം നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിജയം ഉറപ്പാണ്. എന്തൊക്കെ രാഷ്ട്രീയമാണ് നമ്മൾ വോട്ടർമാരോട് പറയുന്നത്? പ്രധാനമായിട്ടും കേന്ദ്രത്തിൽ ഒരു സെക്യുലർ ഗവൺമെൻറ്,
അതുണ്ടാക്കാൻ കഴിയുന്നത് കോൺഗ്രസ്സിനാണ്. അപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു സെക്യുലർ ഗവൺമെൻറ്റിന് വേണ്ടിയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക, UDFൻ്റെ നയങ്ങൾ, അതെല്ലാം ജനങ്ങളുടെ മുമ്പിലേക്ക്. അതോടൊപ്പം തന്നെ കേരളത്തിലെ അക്രമ രാഷ്ട്രീയം അത് എന്നേക്കുമായി അവസാനിപ്പിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം കേരളവും വികസന കാര്യത്തിൽ മുൻപന്തിയിലെത്തുക. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്തുന്ന പ്രധാനമായിട്ടുള്ള പ്രചാരണ പരിപാടി. ഈ കൊടും ചൂടിലാണ് പൊതുപ്രചാരണം നടക്കുന്നത്. അപ്പോഴുള്ളൊരു ഫീലിംഗ് എന്താണ്? പ്രവർത്തകരുടെ ആവേശം? പ്രവർത്തകരുടെ ആവേശത്തിന് ഒട്ടും കുറവില്ല. കൊടും ചൂടിൻ്റെ അനുഭവങ്ങളും, ചൂട് ശക്തമായിട്ടുള്ള ചൂടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ ആ ചൂടൊക്കെ എല്ലാവരും മറക്കുക. അതായത് രാഷ്ട്രീയത്തിൻ്റെ ചൂട് പൊതുവായിട്ടുള്ള ചൂടിനെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ നല്ല പ്രചരണമാണ്. പൊതുവിൽ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആദ്യഘട്ടത്തിൽ ഒറ്റക്കെട്ടാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ വരികയും അവസാനം സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന ഇപ്പം മുല്ലപ്പള്ളിയുടെ പ്രസ്താവന, PC ചാക്കോയുടെ പ്രസ്താവനയൊക്കെ വരുന്നു. അതൊക്കെ എങ്ങനെയാണ്? ഇല്ല, സാധാരണ രീതിയിലുള്ളതിനേക്കാൾ വ്യത്യസ്തമായി പാർട്ടിയിലും മുന്നണിയിലും പറയത്തക്ക യാതൊരു പ്രശ്നങ്ങളുമില്ല. മുൻകാലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലൊക്കെ ഒരുപാട് തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. ഇത്തവണ അതിൽ നിന്നൊക്കെ വളരെ ഭേദപ്പെട്ട രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. മാത്രമല്ല ഫീൽഡിലൊക്കെ നല്ല സഹകരണമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വടകര മാത്രമല്ല കേരളത്തിൽ മൊത്തം നല്ല വിജയപ്രതീക്ഷയാണ്. ഒരുപക്ഷെ UPAക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന കേരളത്തിലായിരിക്കും. വർഷങ്ങൾക്ക് ശേഷമാണ് കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക് വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് തിരിച്ചു വരുന്നത്. വ്യക്തിപരമായി എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും എനിക്ക് വളരെ പരിചയമുള്ള ഒന്നാണ് ഈ മലബാറിലെ മണ്ണെന്ന് പറഞ്ഞാൽ. ഞാൻ കോഴിക്കോടിൻ്റെ MP ആയിരിക്കുമ്പോഴും വടകരയിലുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ പാർട്ടി കാര്യങ്ങളിലെല്ലാം ഞാൻ മുൻപന്തിയിലുണ്ടായിരുന്നു. KPCയുടെ ജനറൽ സെക്രട്ടറി തന്നെ എനിക്ക് ചാർജ് ഉണ്ടായിരുന്ന ജില്ല കണ്ണൂർ ജില്ലയാണ്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് ഇത് സ്വന്തം വീട്ടിൽ നിൽക്കുന്ന പ്രതീതി തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു കാര്യം കൂടി, പൊതുവിൽ ഉയർന്നു വരുന്ന നേരത്തെ തന്നെ ഒരു ആരോപണം ഉണ്ടായിരുന്നു, കോലീബി സഖ്യം എന്നുള്ളത്. സ്ഥാനാർത്ഥി എന്നതിൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഒരിക്കലും ഇവിടെ BJPയുടെയോ RSSൻ്റെയോ സഹായമില്ലാതെ തന്നെയാണ് മുൻകാലങ്ങളിൽ ജയിച്ചിട്ടുള്ളത്. ഇത്തവണയും ഞങ്ങൾക്ക് ആ രീതിയിൽ തന്നെ ജയിക്കാൻ കഴിയും. മാത്രമല്ല കഴിഞ്ഞ 3 ദിവസമായിട്ട് മോഡിയും പിണറായിയും ഒരേ രീതിയിലാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാവി സഖ്യമാണ്, മാർക്സിസ്റ്റ് BJP സഖ്യമാണ്. അതാണ് വടകര നിലനിർത്തും. തീർച്ചയായും ഞങ്ങൾ നിലനിർത്തും, നല്ല ഭൂരിപക്ഷത്തോടെ നിലനിർത്തും. വടകര വലിയ ഭൂരിപക്ഷത്തോടുകൂടി നിലനിർത്തും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കെ മുരളീധരൻ പ്രചാരണ രംഗത്ത് സജീവമായിട്ടുള്ളത്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമര അടയാളത്തിൽ രേഖപ്പെടുത്തുക. വടകരയിൽ ശക്തി തെളിയിക്കുന്നതിനായി NDA രംഗത്തിറക്കിയിരിക്കുന്നത് BJPയുടെ യുവനേതാവും BJP സംസ്ഥാന സെക്രട്ടറിയുമായ VK സജീവനെയാണ്. ശ്രീ സജീവൻ, എന്താണ് വടകരയിലെ പ്രതീക്ഷകൾ? തീർച്ചയായും നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങളും ശബരിമല വിഷയവും അക്രമ രാഷ്ട്രീയവുമൊക്കെ പ്രചരണമാവുന്ന ഈ ലോക്സഭാ മണ്ഡലത്തിൽ വിജയത്തിൽ കുറഞ്ഞ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ അറിയാം, ഈ മണ്ഡലത്തിലെ വോട്ടർമാർ ജയിക്കുമെന്ന് വലിയ ഉറപ്പില്ലെങ്കിൽ പോലും വോട്ടിൻ്റെ നില ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും ഇരട്ടിയും മൂന്നിരട്ടിയുമാക്കി വർദ്ധിപ്പിച്ചിട്ടുള്ളൊരു മണ്ഡലമാണ്. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ഇന്ന് അനുഭവവേദ്യമാണ്. ഇപ്പോൾ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ മാത്രം ഏതാണ്ട് 1,06,000 പേരുടെ അക്കൗണ്ടിലേക്ക് കിസാൻ സമ്മാൻ നിധി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ലെറ്റർ വന്നിരിക്കുന്നു. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയ ആളുകൾ അവർ പരസ്യമായിട്ടത് പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ചയാവുന്ന ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ജയിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കഴിഞ്ഞ തവണത്തെ വോട്ട് നിലനിർത്താനും അതിൽ കൂടുതൽ വോട്ട് വാങ്ങുമെന്ന് തന്നെയാണോ പ്രതീക്ഷ? അല്ല, അത് വേറൊരു പാർട്ടിയോടും ചോദിക്കാത്തൊരു ചോദ്യമാണല്ലോ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പേ അതിൻ്റെ വിധി നിർണ്ണയിക്കാൻ മാധ്യമങ്ങൾക്ക് അധികാരമൊന്നുമില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ സ്ഥാനാർത്ഥികളെയും ഒരേപോലെ കാണാൻ വേണ്ടി തയ്യാറാവണം.
തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണ്. ജയിക്കാനുള്ള പോരാട്ടമാണ് ഈ മണ്ഡലത്തിലുള്ളത്. അതിനുള്ള എല്ലാ സാഹചര്യവും ഈ മണ്ഡലത്തിലുണ്ട്. വടകരയിൽ വിജയത്തിൽ കുറഞ്ഞതിലൊന്നും ലക്ഷ്യമില്ല എന്നാണ് NDA സ്ഥാനാർത്ഥി VK സജീവന്റെ വിശ്വാസം.